നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവാറുണ്ടോ? എന്നാൽ ഈ കഥയൊന്ന് കേട്ട് നോക്കൂ. ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ സ്ട്രെസ്സിനെ കാണുന്ന രീതിയിൽ ഒരു മാറ്റം വരും. ഒരു ഓഫീസിൽ മാനേജറുടെ ക്യാബിനിൽ മാനേജറുടെ ടേബിളിന്റെ മേലെ അതേ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാള് എല്ലാ ദിവസവും ഒരു റോസാപ്പൂവ് കൊണ്ടുവയ്ക്കും. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു റോസാപ്പൂവ്. ഇതാരും തന്നെ അയാൾക്ക് അസൈൻ ചെയ്ത ഡ്യൂട്ടി ഒന്നുമല്ല. അയാളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു റോസാ ചെടി ഉള്ളത് കൊണ്ട് വരുമ്പോൾ ഓരോ ദിവസവും ഇതുപോലൊരു റോസാപ്പൂവ് കൊണ്ടുവന്നിട്ട് ഈ മാനേജറുടെ ടേബിളിൽ വെക്കും. ഇത് കഴിഞ്ഞ കുറെ ആഴ്ചകളായി മാസങ്ങളായി തുടർന്ന് വരുന്ന ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ മാനേജർ വന്ന് നോക്കുമ്പോൾ ടേബിളിന്റെ മേലെ കാണുന്ന റോസാപ്പൂവ് കുറച്ച് വാടിയിരിക്കുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ മാനേജർ ഇറങ്ങിയപ്പോൾ ഈ സ്റ്റാഫ് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. പോകുന്ന വഴിയിൽ അയാളുടെ തോളത്തൊന്ന് തട്ടിയിട്ട് ഈ മാനേജർ പറഞ്ഞു, അല്ലടോ, വാടിയ റോസാപ്പൂവാണോ ടേബിളിൽ കൊണ്ടുവെക്കുന്നതെന്ന്. ആ മാനേജർ അത് തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും ഈ മനുഷ്യൻ അത് വല്ലാത്തൊരു സ്ട്രെസ് ആയിട്ട് അനുഭവപ്പെട്ടു. അന്ന് വൈകുന്നേരം വരെ അയാൾക്ക് കൃത്യമായിട്ട് ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അയാളുടെ തലയിൽ നിറയെ റോസാപ്പൂവിനെ കുറിച്ച് മാനേജർ പറഞ്ഞതിന്റെ സ്ട്രെസ് ആയിരുന്നു. അങ്ങനെ അയാൾ വൈകുന്നേരം വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. ഭാര്യ പതിവ് പോലെ കയ്യിൽ ഒരു ചായക്കപ്പുമായിട്ടാണ് വാതിൽ തുറക്കാൻ വരുന്നത്, വളരെ സ്നേഹത്തോടെ. പക്ഷെ ഈ സ്ട്രെസ്സിനിടയിൽ ആ സ്നേഹമോ കരുതലോ ഒന്നും അയാൾക്ക് കാണാൻ പറ്റിയില്ല. നിന്റെ ഒരു ചായ നീ തന്നെ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ അയാൾ ആ ചായ കൈ കൊണ്ടങ്ങ് തട്ടി തെറിപ്പിച്ചു. അത് കാരണം പിന്നെ ഭാര്യയ്ക്ക് വല്ലാത്ത സ്ട്രെസ് അനുഭവപ്പെട്ടു. അതേ സ്ട്രെസ്സിലാണ് പിന്നെ ഭാര്യ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അതിനിടയിലാണ് മകള് വന്നിട്ട് പറയുന്നത്, അമ്മ വാ നമുക്ക് ഹോംവർക്ക് ചെയ്യാനിരിക്കാന്ന്. പക്ഷെ ഈ സ്ട്രെസ് തലയിലുള്ളത് കാരണം അമ്മ മകളോട് പറഞ്ഞു, ഹോംവർക്ക് ചെയ്യാൻ സഹായം വേണമെങ്കിൽ അച്ഛനോട് പോയിട്ട് ചോദിക്ക്, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. ഒരു തെറ്റും ചെയ്യാതെ നല്ല കുട്ടിയായിട്ട് ഹോംവർക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ട് അമ്മയുടെ അടുത്ത് വന്നപ്പോൾ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പെരുമാറിയത് കണ്ടതുകൊണ്ട് തന്നെ മകൾക്ക് വല്ലാത്തൊരു സ്ട്രെസ് അനുഭവപ്പെട്ടു. അങ്ങനെ മകള് ദേഷ്യത്തോടെ തന്റെ സ്റ്റഡി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ വീട്ടിൽ അതൊരു സ്നേഹത്തോടെ ചക്കരയെന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു പൂച്ചയുണ്ട്. പൂച്ച അവളുടെ കാലിനിടയിലൂടെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നെത്തി. അമ്മയോടുള്ള ദേഷ്യവും സ്ട്രെസ്സും കാരണം അവൾ ആ പൂച്ചയെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. പൂച്ചയുടെ തല ചുവരിലിടിച്ചു. പൂച്ചയുടെ ജീവൻ നഷ്ടമായി. ഈ കഥയിൽ ആരാണ് യഥാർത്ഥത്തിൽ പൂച്ചയെ ഉപദ്രവിച്ചത്? ഇത്രയുള്ളൂ സ്ട്രെസ്. ഈ ചെയിനിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരാൾ സ്വന്തം സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്തിരുന്നുവെങ്കിൽ ആ പൂച്ച ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ടാവും. സോ നമ്മുടെ സ്ട്രെസ് നമ്മളെ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള പലരെയും, അവർക്ക് ചുറ്റുമുള്ള പലരെയും, അവർക്ക് ചുറ്റുമുള്ള പലരെയും ഇതുപോലെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. സോ നമ്മൾ നമ്മുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ രക്ഷിക്കുന്നത് നമ്മളെ മാത്രമല്ല, ഒരു ബട്ടർഫ്ലൈ എഫക്ട് പോലെ പോകുന്ന ഈ ചെയിനിൽ ഒരുപാട് പേരെയാണ്. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.